അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പം നമ്മൾ നേരത്തെ തന്നെ എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട വിശേഷം രാവിലെ തന്നെ പങ്കുവച്ചിരുന്നു. 80 കോടി കേരളത്തിൽ നിന്ന് കളക്ഷൻ കളഞ്ഞിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്ത നേരത്തെ തന്നെ നമ്മൾ പങ്കുവച്ചിരുന്നു. ഏതായാലും ഔദ്യോഗിക സ്ഥിരീകരണമായിട്ടുണ്ട്. ഇന്ന് പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ട് മോഹൻലാലും പൃഥ്വിരാജും ഒക്കെ വന്നിട്ടുണ്ട്. 80 കോടിക്ക് മുകളിൽ കടന്ന ഒരു മലയാള ചിത്രം. അങ്ങനെ 80 കോടി കടക്കുന്ന 3 മലയാള ചിത്രങ്ങളാണ് ഉള്ളത്. അതിലൊന്ന് 89 കോടിയുമായിട്ട് 2018, 85 കോടിയുമായിട്ട് പുലിമുരുകൻ, മൂന്നാമത്തെ വീണ്ടും ഒരു മോഹൻലാൽ ചിത്രം 80 കോടിക്ക് മുകളിൽ എമ്പുരാൻ. 80 കോടി അത് റണ്ണിങ് നിന്നിട്ടില്ല, തിയേറ്റർ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു. 11-12 ദിവസത്തെ കളക്ഷനാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ 89 കോടി 100 കോടിയിലേക്കുള്ള പോക്കാണ്. അപ്പം ഇന്നും തിങ്കളാഴ്ച ദിവസം സാധാരണ വർക്കിംഗ് ഡേയിൽ കളക്ഷൻ കുറയുന്നതാണ്. ഇതുപോലെ തന്നെ എമ്പുരാനും അത് സംഭവിച്ചിട്ടുണ്ട്. കാരണം കുറച്ച് ദിവസങ്ങളായി, രണ്ടാമത്തെ തിങ്കളാഴ്ചയാണ്. അപ്പം സ്വാഭാവികമായിട്ട് കളക്ഷൻ കുറയും എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ എമ്പുരാൻ ഇന്ന് 1 കോടിക്ക് മുകളിലുള്ള കളക്ഷനാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു 1.5 കോടിയെങ്കിലും നമ്മൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ 81 കോടി 82 കോടിയിലേക്ക് എമ്പുരാൻ മാറും എന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. 81 റേഞ്ചിൽ വന്ന് നിൽക്കാനാണ് സാധ്യത. ഇപ്പം ഏകദേശം നല്ല ബുക്കിംഗ് തന്നെ കാണിക്കുന്നുണ്ട്. 2000-ന് മുകളിലുള്ള ടിക്കറ്റ് ഇപ്പോഴും വിറ്റ് പോകുന്നുണ്ട് എന്നാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. അപ്പം 2000-ന് മുകളിലുള്ള ടിക്കറ്റ് വിറ്റ് പോകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയൊരു ഇതുണ്ട്. കാരണം 25,000, 30,000, 35,000 ഒക്കെ ടിക്കറ്റ് വിറ്റ് പോയതാണ് ഇപ്പം 2000 ചിലവനം ടിക്കറ്റ് വിറ്റ് പോകുന്നത്. അതുകൊണ്ടായിരിക്കാം ചിലവരും പറയുന്നത് ആളില്ലായ. അപ്പം അത് കാണുമ്പോൾ നമുക്ക് തുലനം ചെയ്യുന്ന പല ചിത്രങ്ങളുമുണ്ട്. ഇതിൻ്റെ കൂടെ ഇറങ്ങിയ നമ്മുടെ സൽമാൻ ഖാൻ നായകനായ ചിത്രം, അതുപോലെ വിക്രം നായകനായ ചിത്രം, ഇവരെല്ലാം തന്നെ മണിക്കൂറിൽ ടിക്കറ്റ് പോലും വിൽക്കാത്ത അവസ്ഥയാണ് എന്നുള്ളത് നമ്മൾ നോക്കിക്കാണണം. അതുപോലെ ഇന്ന് ബുക്കിംഗ് തുടങ്ങിയ ബസൂക്ക എന്ന് പറയുന്ന മമ്മൂട്ടി ചിത്രം വലിയ ഹൈപ്പോടൊക്കെ, ഹൈപ്പൊന്നും ഈ നിർമ്മാതാക്കൾ കൊടുത്തിട്ടില്ല, പക്ഷെ വളരെ പ്രതീക്ഷയോടെ മലയാള സിനിമ പ്രേമികളൊക്കെ കാണുന്ന ബസൂക്ക ഇന്ന് 12 മണിക്ക് ബുക്കിംഗ് തുടങ്ങിയെങ്കിലും 7,000 പരം ടിക്കറ്റ്, 7,500 ടിക്കറ്റോളം മാത്രമേ വിറ്റ് പോയിട്ടുള്ളൂ എന്നുള്ളതാണ് നമുക്ക് പ്രീ സെയിൽ ഇനത്തിൽ 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള തുകയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. രാവിലെ 12 മണിക്ക് തുടങ്ങിയതാണ്. അതുപോലെ ചിത്രം കാണാൻ ഇൻട്രസ്റ്റ് ആയിട്ട് കാണിക്കുന്ന 95,000 പല ആൾക്കാരാണ്, 95Kക്ക് മുകളിൽ. അതുപോലെ ഇത് തുടങ്ങിയതേ ഉള്ളൂ, ബാക്കി ഇനി 2-3 ദിവസമുണ്ട്. ഇത് പിക്കപ്പ് ചെയ്ത് കയറും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാം. അതുപോലെ കഴിഞ്ഞ ദിവസം ബുക്കിംഗ് തുടങ്ങിയ നമ്മുടെ അജിത്തിൻ്റെ ചിത്രം 7 കോടിക്ക് മുകളിൽ പ്രീഫെയിൽ നേടിയിട്ടുണ്ട്. അതൊരു മികച്ച ഒരു തുടക്കം തന്നെയാണ് അജിത്തിൻ്റെ ചിത്രത്തിന് കിട്ടിയിരിക്കുന്നത്. ഇന്നത്തെ പ്രീഫെയിൽ കളക്ഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. ഏകദേശം ബുക്ക് മൈ ഷോയിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നവരെ 150K ആയിട്ടുണ്ട് എന്നുള്ളതും ആ ചിത്രത്തിനെ സംബന്ധിച്ച് വളരെ ആശ്വാസം നൽകുന്ന ഒരു സംഗതിയാണ്. അജിത്തിൻ്റെ കഴിഞ്ഞ ചിത്രം തികഞ്ഞ പരാജയമായിരുന്നു. അപ്പോൾ അജിത്ത് തലയെപ്പറ്റി ജനങ്ങൾക്കുള്ള പ്രതീക്ഷ അത് ഈ ചിത്രത്തിലൂടെ നിറവേറ്റും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ട്രെയിലറൊക്കെ കണ്ടു കഴിയുമ്പം അടിപൊളി ലുക്കും സ്റ്റണ്ടും ഒക്കെ ആയിട്ട് അജിത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുതന്നെയാണ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത്. അതേ രീതിയിലുള്ള ചിത്രമായിരിക്കും ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്ന ചിത്രം. അതുപോലെ വേറെ ഒരു ചിത്രമാണ് 10-ാം തീയതി റിലീസ് ആകുന്ന ആലപ്പുഴ ജിങ്കാന. നെസ്ലിൻ നായനായിരുന്ന ചിത്രം ഇന്ന് ബുക്കിംഗ് തുടങ്ങും എന്ന് പറയുന്നു. ടിക്കറ്റ് ബുക്കിംഗ് 25K ഇൻട്രസ്റ്റിംഗ് കാണിക്കുന്നുണ്ട്. അത് നല്ലൊരു തുടക്കമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, ബസൂക്കയുടെ റിലീഫുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ടൈറ്റ് സിനിമകൾ വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ ബേസിൽ വരുന്ന മരണമാസം എത്തുന്നത്. അതെല്ലാം കൂടെ കൂടിക്കലർന്നൊരു വല്ലാത്ത ഫൈറ്റ് തന്നെയായിരിക്കാം ഈ ബസൂക്ക നേരിടേണ്ടി വരുന്നത്. അതിൽ
മമ്മൂട്ടി ചിത്രം വിജയിക്കട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ എല്ലാവരും പറയുന്ന പോലല്ല, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക തന്നെ ചെയ്യുന്നു. എല്ലാം മലയാളത്തിലെ എല്ലാ ചിത്രങ്ങളും വിജയിക്കട്ടെ അല്ലേ. എല്ലാ ചിത്രങ്ങളും വിജയിച്ച് നിർമ്മാതാക്കൾക്കെല്ലാം കൃത്യമായിട്ട് കാശും ആവശ്യത്തിന് കാശൊക്കെ കിട്ടിയാൽ അല്ലേ നമുക്കെന്താ വിഷമം? നമുക്ക് യാതൊരു വിഷമവും ഇല്ല. അപ്പം ഇതിനിടയിലാണ് 2 ചിത്രങ്ങൾ ഏപ്രിൽ റിലീഫാകുന്നു എന്ന് വരുന്നത്. ഏപ്രിൽ 2 ചിത്രങ്ങൾ റിലീഫാകുന്നില്ല, അനേകം ചിത്രങ്ങൾ റിലീഫാകും. പക്ഷെ നമ്മൾ നോക്കിക്കാണുന്ന 2 ചിത്രങ്ങളായിരുന്നു. ഒന്ന് ലാലേട്ടൻ്റെ തുടരും എന്ന് റിലീഫാകും എന്നുള്ള യാതൊരുവിധ ഇതുമില്ലായിരുന്നു. അപ്പം പെട്ടെന്നാണ് നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തു, 2 ദിവസം മുമ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്താണ് ഏപ്രിൽ 25-ന് ലോക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏതായാലും ഏപ്രിൽ 25 തന്നെയാണ് ഈ ചിത്രം ഇറങ്ങാൻ പോകുന്നത്. ചിത്രത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ പാൻ ഷോകൾ ഇപ്പോഴേ ആരംഭിച്ചു, ബുക്കിംഗ് ആരംഭിച്ചു എന്ന് ഉള്ള വാർത്തകൾ വരുന്നുണ്ട് പല സ്ഥലങ്ങളിലും. നമ്മൾ മോഹൻലാലിനെ സംബന്ധിച്ച് ഫാൻ ഷോകളില്ലാതെ എന്ത് ആഘോഷം അല്ലേ. മറ്റു പല നടന്മാർക്കും ഫാൻ ഷോകൾ പങ്കെടുപ്പിക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള സമയത്താണ് ഇത് ചിത്ര റിലീഫ് ഡേറ്റ് പ്രഖ്യാപിക്കുന്ന അന്ന് തന്നെ ഫാൻ ഷോകളും അതുപോലെ ടിക്കറ്റ് ഫുള്ളായിട്ട് വിറ്റുപോകുന്നതൊക്കെ നമ്മുടെ എമ്പുരാനിൽ നമ്മൾ കണ്ടു. ഇതൊരു തുടർക്കഥയാകുന്നു. എനിക്ക് തോന്നുന്നു അത്രയൊന്നും ഫാൻ ഷോകൾ ഈ തുടരും എന്ന് പറയുന്ന ചിത്രത്തിന് കിട്ടാൻ സാധ്യതയില്ല. കാരണം ഇതൊരു കുടുംബ ചിത്രമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. എന്നാലും ഒരു 100 കോടിക്ക് മുകളിലുള്ള തുക തന്നെയാണ് തുടരും പ്രതീക്ഷിക്കുന്നത്. 100 ലാലേട്ടന് എന്ത് വിജയം അല്ലേ. എപ്പോഴും നമ്മൾ പറയുന്ന പോലെ അടിപൊളി എന്ന് കേട്ടുപോയി കഴിഞ്ഞാൽ റോക്കറ്റ് പോലെയായിരിക്കും കുതിക്കുന്നത്. പിന്നെ എവിടെ ചെന്ന് നിൽക്കുന്നതെന്ന് യാതൊരു പിടിയില്ല. ആവറേജ് സമ്മിശ്രമായുള്ള റിവ്യൂ കിട്ടിയ എമ്പുരാൻ ഈ 250 കോടിയിലൊക്കെ ചെന്ന് നിൽക്കണമെങ്കിൽ തുടരും ഒരു പോസിറ്റീവ് റിവ്യൂ കിട്ടിക്കഴിഞ്ഞാൽ പോസിറ്റീവ് തന്നെയായിരിക്കും. കാരണം ആ ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഉറപ്പാണ്. അപ്പം മറ്റൊരു സൂപ്പർ ഹിറ്റുമായിട്ട് ലാലേട്ടൻ കുതിക്കുന്നു. ബാക്കി എല്ലാ നടന്മാരുടെയും ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റ് ആവട്ടെ. ദിലീപിൻ്റെ ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ചിത്രം ദിലീപിൻ്റെ 150ാമത്തെ ചിത്രമാണ്. ബിൻഡോ സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു പുതുമുഖ സംവിധായകനാണ് അവതരിപ്പിക്കുന്നത്. അപ്പം മികച്ചൊരു ചിത്രമായിരിക്കാമെന്ന് തോന്നുന്നു. ധ്യാൻ ശ്രീനിവാസനും സിദ്ദിഖും ഒക്കെ അഭിനയിക്കുന്നുണ്ട്. പ്രിൻസ് ആൻഡ് ഫാമിലി, പ്രിൻസ് എന്ന് പറയുന്നത് ദിലീപ് തന്നെയാകാം. അങ്ങനെ ഒരു കുടുംബ ചിത്രവുമായിട്ടാണ് ദിലീപിൻ്റെ വരവ്. ദിലീപിന് കുറച്ച് നാളായിട്ട് ചിത്രങ്ങൾ തികഞ്ഞ പരാജയമാണ്. ഒരു തിരിച്ചുവരവാണ് ദിലീപ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാകാം ഏപ്രിൽ 25 എന്ന് പറഞ്ഞ ഡേറ്റ് ആയിരുന്നു ഫിക്സ് ചെയ്തത്. പക്ഷെ അത് മാറ്റി മെയ് 9 മാറ്റിയിട്ടുണ്ട്, മെയ് മാസത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്കറിയാൻ പറ്റുന്നത്. ആ ഡേറ്റാണ് തുടരും എന്ന ചിത്രം എടുത്തിരിക്കുന്നത് 25-ാം തീയതി. അപ്പം ഞാൻ പറഞ്ഞില്ലേ, മലയാള ചിത്രങ്ങളെ സംബന്ധിച്ച് ഏപ്രിൽ 10-ന് 3-4 ചിത്രങ്ങൾ റിലീഫ് ആവുന്നു. 25-ന് മോഹൻലാൽ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം തുടരും റിലീഫ് ആവുന്നു. എല്ലാം കൊണ്ടും ഏപ്രിൽ മാസം നമ്മൾ അടിച്ചു പൊളിക്കും. ഈ വെക്കേഷൻ സിനിമാശാലകൾ നിറഞ്ഞു കവിയട്ടെ അല്ലേ. കുട്ടികളെ കൊണ്ടും ഫാമിലിയെ കൊണ്ടും എല്ലാം നിറഞ്ഞു കവിയട്ടെ. തുടരും അതുപോലെ തന്നെ ബാക്കി എല്ലാ ചിത്രങ്ങളും വൻ വിജയമാകട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്. അതിനിടയിൽ എമ്പുരാൻ്റെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എമ്പുരാൻ കളക്ഷൻ 100 കോടി കടക്കട്ടെ, 300 കോടിയിലേക്ക് എത്തട്ടെ എന്നൊക്കെ നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്. ഏതായാലും എമ്പുരാൻ്റെ വിശേഷം എന്ന് പറയുന്നത് ഇന്ന് 80 കോടി കേരളത്തിൽ നിന്ന് കടന്നു. ഇന്നലെ തന്നെ കടന്നിട്ടുണ്ട്. അത് ഇന്ന് 89 കോടി 81 കോടിക്ക് മുകളിൽ. ഇന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഇന്നത്തെ ബുക്കിങ്ങൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇന്നും 1 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നേടാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. അപ്പം പല ഇടിവുകളുണ്ടാകാം, സിനിമ ഇത്രയും നാളായില്ല അല്ലേ. അപ്പം ബുക്കിങ്ങിലൊക്കെ ഉണ്ടാകാം. പക്ഷേ മറ്റു ചിത്രങ്ങളെ അപേക്ഷിച്ച് ബഹുദൂരം ഇപ്പോഴും ബുക്കിങ്ങിൻ്റെ കാര്യത്തിൽ എമ്പുരാൻ തന്നെയാണ് മുന്നിൽ. കാരണം മണിക്കൂറിൽ 2000-ൽ പരം ടിക്കറ്റ് ഇപ്പോഴും വിറ്റ് പോകുന്നുണ്ട്. ചില സമയത്ത് 3000 ടിക്കറ്റൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങളും പുതിയ സിനിമാ വിശേഷങ്ങളും ഒക്കെ അറിയാൻ വേണ്ടി നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം.
ഓക്കെ ബൈ.